നമസ്കാരം. ഈ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന സംഭവം അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കളാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സ്. ചിലർക്ക് ഈന്തപ്പഴമായിരിക്കും, ചിലർക്ക് പിസ്ത, ബദാം, വാൾനട്ട്, ഫിഗ്സ് അതായത് അത്തിപ്പഴം. ഇവിടെ പ്രമേഹമുള്ളവരിൽ ഇവയിൽ ഏത് കഴിക്കണം അല്ലെങ്കിൽ ഏതാണ് നല്ലത് എന്നുള്ളത് വലിയൊരു ആശയക്കുഴപ്പമാണ്, ഭയങ്കര കൺഫ്യൂഷനാണ്. ഇപ്പോൾ ഡേറ്റ്സിനെ കുറിച്ച്, ഈന്തപ്പഴത്തിനെ കുറിച്ച് 2-3 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത വീഡിയോന് അന്ന് നല്ല റീച്ചായിരുന്നു. അതിന് ഒരുപാട് കമൻസ് വന്നു. ചിലർ അതിന് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും, പലരും പ്രതികൂലമായിട്ടാണ് പറഞ്ഞത്. കാരണം എന്തോ ഈന്തപ്പഴം ഭയങ്കര അമൃതമാണ്, ഭയങ്കര സംഭവമാണ്, അത് മോശമായിട്ട് ചിത്രീകരിച്ചു എന്നൊക്കെ ആയിരുന്നു ആരോപണം വന്നത്. അവിടെ ഈ പറയുന്ന എൻ്റെ അഭിപ്രായത്തിൽ പ്രശ്നം വരുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു പഴവർഗ്ഗത്തിനെ ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. നമ്മളവിടെ ഇമോഷണൽ ആവുന്നു. ഏതെങ്കിലും കാരണവശാൽ ഇമോഷൻസ് അല്ല അവിടെ വേണ്ടത്, നമുക്ക് വേണ്ടത് ശാസ്ത്രം മാത്രമാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന 5 തരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു കമ്പാരിസൺ. പ്രമേഹമുള്ളവർക്ക് എങ്ങനെ ഇവയിൽ ഓരോന്നും ഗുണം ചെയ്യും, ദോഷം ചെയ്യും എന്നുള്ളത് നമുക്ക് വളരെ നിഷ്പക്ഷമായിട്ട് ശാസ്ത്രീയമായിട്ട് മാത്രം ഒന്ന് നോക്കാം. അപ്പോൾ 5 ഏതൊക്കെയാണ്? ഏറ്റവും നമ്മുടെ നാട്ടിൽ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ, ഇപ്പം എല്ലാം അവൈലബിൾ ആണ് ഇവിടെ. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന 5 മാത്രമേ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നുള്ളൂ. കശുവണ്ടി, ബദാം, പിസ്ത, വാൾനട്ട്, പിന്നെ അത്തിപ്പഴം. ഈന്തപ്പഴത്തിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ അതും നമുക്കിവിടെ ഒന്നൊന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ ഡ്രൈ ഫ്രൂട്ട്സിൽ ഏറ്റവും നല്ലത് ഏതാണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ഓക്കെ ഇവനാണ് ഏറ്റവും നല്ലത് എന്ന് പറയാൻ സാധ്യമല്ല. എല്ലാത്തിനും ഓരോന്നായിട്ട് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. എന്നാൽ ഇതിൽ മെയിൻ ന്യൂട്രീഷണൽ കണ്ടന്റ് നമ്മൾ 3 നമുക്ക് ഇതിനെ കാണാം. അതായത് ഇതിലെ കാർബ്സ്, ഏറ്റവും ബെനിഫിഷ്യൽ കാർബ്സ്, നല്ല കാർബ്സ് തന്നെ പല ടൈപ്പ് ഉണ്ടല്ലോ, നല്ല കാർബ്സ്, അതുപോലെ നല്ല ഫാറ്റ്സ്, നല്ല പ്രോട്ടീൻസ്. ഏറ്റവും നല്ലത് ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, വാൾനട്ടാണ്. ഏറ്റവും പഴക്കമേറിയ ഒരു ഡ്രൈ ഫ്രൂട്ടാണ് വാൾനട്ട്. ഇൻഫാക്ട് ഇവ ബദാമിനേക്കാളും അല്ലെങ്കിൽ ഈന്തപ്പഴത്തിനേക്കാളും ഒക്കെ വളരെ പഴയത്. ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും മീൻസ് എത്ര 6000 വർഷം BC മുതൽ ഇത് കഴിച്ചതായിട്ട് ഇതിൻ്റെ തെളിവുകൾ കണ്ടിട്ടുണ്ട്. 7000 BC. It is the oldest tree food. Walnuts are considered the oldest known tree food with evidence of their consumption way back in 7000 BC. ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് 10000 വർഷങ്ങൾക്ക് മുമ്പേ മുതൽ മനുഷ്യൻ കഴിച്ചുകൊണ്ടിരുന്ന ഒരു ഡ്രൈ ഫ്രൂട്ടാണ് ഈ പറയുന്ന വാൾനട്ട്സ്. തലച്ചോറിൻ്റെ ഷേപ്പാണ്. അതിനാൽ ചിലർ കരുതുന്നവർ ഇത് തലച്ചോറിന് ഗുണം ചെയ്യും എന്നാണ്. ആൻഡ് ആ വിശ്വാസം തെറ്റല്ല. ആക്ച്വലി ഇതിലെ ഹെൽത്തി ഫാറ്റ്സിൻ്റെ ഘടന വെച്ച് നോക്കുമ്പോൾ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് വളരെ ഗുണകരമായിട്ടുള്ള ഒരു വസ്തുവാണ് ഈ പറയുന്ന വാൾനട്ട്. ഉദാഹരണം, ഒമേഗ 3 വളരെ റിച്ച് സോഴ്സാണ് വാൾനട്ട്സ്. ആൻഡ് ഒമേഗ 3 നമുക്കറിയാം നമ്മുടെ ന്യൂറോൺസിൻ്റെ പ്രവർത്തനത്തിന് വളരെ പ്രധാനപ്പെട്ട വസ്തുക്കളാണ്. മാത്രമല്ല ഇൻഫ്ലമേഷൻ കുറയ്ക്കും, അതുപോലെ ഹാർട്ട് ഹെൽത്തി ആണ്, ഹാർട്ട് ഫ്രണ്ട്ലി ആണ്, അതുപോലെ വാസ്കുലർ ബെനിഫിറ്റ്സ് ഒരുപാടുണ്ട് ഈ പറയുന്ന ഒമേഗ 3. ആൻഡ് ഒമേഗ 3 ഒരുപാടുള്ള ഒരു വസ്തുവാണ് വാൾനട്ട്സ്. പിന്നെ വാൾനട്ട്സിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. പിന്നെ വാൾനട്ട്സ് നമ്മൾ എപ്പോഴും കഴിക്കുന്നത് ഡ്രൈ ആയിട്ടാണ്, അതായത് പാക്കറ്റിൽ വാങ്ങിച്ച് അതേപോലെ കഴിക്കുന്നത്. എന്നാൽ ചില പഠനങ്ങളെങ്കിലും പറയുന്ന എന്താണെന്ന് വെച്ചാൽ, വാൾനട്ട്സ് ബദാമിനെ പോലെ തന്നെ വെള്ളത്തിൽ കുതിർത്ത് കഴിച്ചാൽ കുറച്ചും കൂടി ഗുണങ്ങൾ കിട്ടും എന്ന് ചില പഠനങ്ങളെങ്കിലും സൂചിപ്പിക്കുന്നുണ്ട്. ഇൻഫാക്ട് ഇതിനെക്കുറിച്ച് വ്യക്തമായി നമുക്കിപ്പോഴും അറിയില്ല, കുതിർത്ത് കഴിക്കുന്നതാണോ നല്ലത്, അത് ഡ്രൈ ആയിട്ട് തന്നെ കഴിക്കുന്നതാണോ നല്ലത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല എന്നുള്ളതാണ്. ബട്ട് ലെറ്റസ്, നമ്മളിപ്പോൾ ഇത്ര നാളായിട്ട് അങ്ങനെ തന്നെയാണ്, പാക്കറ്റിൽ കൊണ്ടുവരും അല്ലേ, നമ്മൾ പാക്കറ്റിൽ നിന്ന്. ആൻഡ് അതിൻ്റെ തോടോട് കൂടി വരുന്നതാണെങ്കിൽ നമ്മൾ ആ തോട് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഭാഗം
എൻ്റെ അഭിപ്രായത്തിൽ അതാണ് കുറച്ചും കൂടി നല്ലത്. ബിക്കോസ് ഇറ്റ് ഇസ് നാച്ചുറലി പ്രൊട്ടക്റ്റഡ്. കുറേയും കൂടി ശുദ്ധമായിട്ടുള്ള വാൾനട്ട് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ വിത്ത് ദ ഷെൽസ് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പണിയുണ്ട് അത് പൊളിച്ച് കഴിക്കുന്നതിൽ, ബട്ട് ഇറ്റ്സ് ബെറ്റർ. അതുപോലെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റിക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു വസ്തുവാണ് വാൾനട്ട്. എന്ന് വെച്ചാൽ പ്രീ ഡയബറ്റിക്സിന് സ്നാക്കിങ്ങിന് അത്യുത്തമം. അപ്പൊ എത്ര വാൾനട്ട്സ് കഴിക്കാം എന്നുള്ളതായിരിക്കും അടുത്ത ചോദ്യം. 1 or 2? എൻ്റെ അഭിപ്രായത്തിൽ 2 വാൾനട്ട്സിന് കൂടുതൽ വേണ്ടി വരില്ല. കാരണം വാൾനട്ട്സ് മാത്രമല്ല, നമ്മൾ മറ്റുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, ഇനി നമ്മൾ പറയാൻ പോകുന്ന ഡ്രൈ ഫ്രൂട്ട്സും അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയാൽ എല്ലാത്തിൻ്റെയും ഗുണം നമുക്ക് കിട്ടും. അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് ആയിരിക്കണം നമ്മുടെ ഒരു മോട്ടോ, അല്ലാണ്ട് വാൾനട്ട് മാത്രം എന്ന് പറയാൻ പറ്റില്ല. ഇനി ബദാമിലേക്ക് പോകാം. ബദാമിനും ഈ പറയുന്ന ഗുണങ്ങളൊക്കെ ഉണ്ടെന്നാണ് ശാസ്ത്രം തെളിയിക്കുന്നത്. ഉദാഹരണം, ഇൻസുലിൻ സെൻസിറ്റിവിറ്റിക്ക് വളരെ നല്ലതാണ് ബദാം. ആൻഡ് ബദാമിൻ്റെ കാര്യത്തിൽ ഒരു സംശയം വേണ്ട, അത് വെള്ളത്തിൽ കുതിർത്തിട്ടതിന് അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം കഴിക്കുന്ന തന്നെയാണ് നല്ലത് എന്നുള്ള ശാസ്ത്രം സംശയാതീതമായി തെളിയിച്ചിട്ടുണ്ട്. നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. അപ്പോൾ തൊലിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് പോഷകാംശങ്ങളുണ്ട്. യെസ്, ഉണ്ട്, സംശയമില്ല. പക്ഷേ അതിൻ്റെ എബ്സോർപ്ഷൻ, ഈ ബദാമിൽ അടങ്ങിയിട്ടുള്ള പല പോഷകാംശങ്ങളുടെ എബ്സോർപ്ഷൻ തൊലിയിൽ അടങ്ങിയിട്ടുള്ള ചില ഘടകങ്ങൾ തടയും എന്നും ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. അതിനാൽ എപ്പോഴും കുതിർത്ത് ആ തൊലി കളഞ്ഞ് കഴിക്കുന്ന തന്നെയാണ് നല്ലതെന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പൊ എത്ര ബദാം കഴിക്കാം എന്നുള്ള അടുത്ത ചോദ്യം. 3 or 4 വാൾനട്ട്സിന്റെ കൂടെ ആണെങ്കിൽ 3 or 4 ബദാം. ഇനിയിപ്പോൾ ബദാം മാത്രമാണ് നിങ്ങൾ കഴിക്കുന്നെങ്കിൽ മേ ബി 8 അല്ലെങ്കിൽ 10 ഒരു ദിവസത്തെ കണക്കാണ് പറയുന്നത്. അതായത് ഹാഫ് എ ഹാൻഡ്ഫുൾ എന്നാണ് പറയുന്നത്. ബദാമിൻ്റെ തന്നെ പല വെറൈറ്റീസും ഉണ്ട്. ചെറിയ ബദാം, ഇപ്പോൾ കശ്മീരിലൊക്കെ വളരെ സ്വീറ്റ് ബദാം കിട്ടും, ഞാൻ കഴിച്ചിട്ടുണ്ടത്. ചെറിയ സൈസാണ്, പക്ഷെ നല്ല മധുരമുള്ളതാണ്. അതൊക്കെ ആണെങ്കിൽ കുറവ് മതിയാവും, 5-6 മതിയാവും. വലിയ ബദാമാണെങ്കിൽ മേ ബി 8 അല്ലെങ്കിൽ 10. വാൾനട്ടിൻ്റെ കൂടെയാണ് കഴിക്കുന്നതെങ്കിൽ 4-5 കഴിച്ചാൽ മതി. അപ്പോൾ വാൾനട്ട്സും ബദാമും കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഇനി നമുക്ക് പിസ്തയിലേക്ക് വരാം. പിസ്ത, ഇവിടെ കിട്ടുന്നതെല്ലാം സോൾട്ടഡ് പിസ്തയാണ്. സോൾട്ടഡ് പിസ്തയെക്കുറിച്ച് എല്ലാ ശാസ്ത്രം പറയുന്ന ഫ്രഷ് പിസ്താച്ചിയോസിനെ കുറിച്ചാണ്. നിർഭാഗ്യവശാൽ നമുക്കിവിടെ ഫ്രഷ് പിസ്താച്ചിയോസ് ലഭ്യമല്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ സോൾട്ടഡ് പിസ്ത കഴിക്കാൻ പാടുണ്ടോ? ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അതായതുകൊണ്ട് അത് കഴിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളതായിരിക്കും പലരെയും സംശയം. ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് വെരി അഡ്വൈസബിൾ. പ്രത്യേകിച്ച് പ്രമേഹമുള്ളവർക്ക് പലർക്കും ഹൈപ്പർ ടെൻഷനും കൂടി ഉണ്ടാവും, ബി.പിയുടെ കംപ്ലൈൻറ്റും കൂടെയാണ്. അങ്ങനെയുള്ളവർക്ക് ഈ എക്സസ് സോൾട്ട് ഒരു പ്രശ്നം തന്നെയാണ്. ഇതേ പ്രശ്നം തന്നെയാണ് ഡേറ്റ്സിൻ്റെ കാര്യത്തിലും ഫിഗ്സിൻ്റെ കാര്യത്തിലും വരുന്നത്. അപ്പോൾ ഡേറ്റ്സിലും ഫിഗ്സിലും നാച്ചുറൽ ഷുഗേഴ്സ് ഉണ്ട്. ഈ നാച്ചുറൽ ഷുഗേഴ്സ് നല്ലതാണ്, യെസ് നല്ലതാണ്. പക്ഷേ ഏത് സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരു എനർജി സോഴ്സ് വേണമെങ്കിൽ ഈ സിമ്പിൾ ഷുഗേഴ്സ്, നാച്ചുറൽ ഷുഗേഴ്സ് നല്ലതായിരിക്കും. എന്താണ് നാച്ചുറൽ ഷുഗേഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? വി ആർ ലുക്കിംഗ് അറ്റ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ആൻഡ് സുക്രോസ്. ഇവയെല്ലാം ഡേറ്റ്സിലും അത്തിപ്പഴത്തിലും ഉണ്ട്. പക്ഷെ പ്രോബ്ലം അത് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഫൈബർ കണ്ടന്റ് ഉണ്ടല്ലോ എന്ന് പറയുന്നത് നോ, അത് തെറ്റിദ്ധാരണയാണ്. അതായത് ഇഫ് യു കമ്പയർ അതിലടങ്ങിയിട്ടുള്ള ഷുഗറിൻ്റെ അളവും അതിലടങ്ങിയിട്ടുള്ള ഫൈബർ കണ്ടന്റും നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ആക്ച്വലി ആ ഷുഗർ സ്പൈക്ക് ഉണ്ടാവാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതിലടങ്ങിയിട്ടുള്ള ഫൈബർ ആ ഷുഗർ സ്പൈക്കിനെ നിയന്ത്രിക്കാൻ കഴിയുന്നതല്ല. അതിനാൽ അതിൽ ഫൈബർ ഉണ്ട്, അല്ലെങ്കിൽ പൊട്ടാസ്യം റിച്ച് ആണ്, വേറെ ഒരുപാട് പോഷകാംശങ്ങളുണ്ടെന്ന് പറയുന്നതിൽ കാര്യമല്ല. ഡയബറ്റിക്സ് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടത്, അല്ലെങ്കിൽ വളരെ വളരെ ചെറിയ അളവിൽ മാത്രം കഴിക്കേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് ആണ് അത്തിപ്പഴവും ഈന്തപ്പഴവും. നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ദിസ് ഇസ് അബൌട്ട് ഡയബറ്റിക്സ് അലോൺ. അപ്പോൾ ബാക്കി ഡ്രൈ ഫ്രൂട്ട്സ്, ഇപ്പോൾ കാഷ്യൂസിനെ കുറിച്ച് നമ്മൾ വേറെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കാഷ്യൂസിനെ കുറിച്ച് എന്തായാലും ഇവിടെ പറയാണ്ട് വയ്യ, കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിൽ ഒന്നാണ് കാഷ്യൂസ്. എന്നോട് കാഷ്യൂസ് ആണോ അതോ പീനട്സ്, നമ്മുടെ കപ്പലണ്ടി, നിലക്കടല, ഇവയിൽ ഏതാണ് ചൂസ് ചെയ്യാനുള്ളത്, ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ല, നിലക്കടല തന്നെയാണ് നല്ലത്. കോസ്റ്റ് ഓഫ് കോഴ്സ് അജഗജാന്തരം വ്യത്യാസമുണ്ട്. അതല്ലാണ്ട് പോഷകാംശങ്ങളുടെ കാര്യത്തിൽ നിലക്കടല തന്നെയാണ് നല്ലത്. ഓഫ് കോഴ്സ് അത് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഗണത്തിൽ പെടുത്താൻ പറ്റില്ല, എങ്കിലും പറഞ്ഞു വന്നപ്പോൾ അതും കൂടി പറയാണ്ട് വയ്യ. കശുവണ്ടിയിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. കശുവണ്ടി ഏറ്റവും നല്ലതായിട്ട് എങ്ങനെയാണ് കഴിക്കേണ്ടത്? ലൈറ്റ്ലി റോസ്റ്റഡ് ആയിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബിക്കോസ് ലൈറ്റ്ലി റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിലെ ഈ സെൽ വാൾസ് ഉണ്ടല്ലോ ഒരു പരിധി വരെ റപ്ചർ ചെയ്യും ബിക്കോസ് ഓഫ് ദ ഹീറ്റ്. ഒരു പരിധി വരെ
അതിൽ ചില റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ചസ് ഡൈജസ്റ്റബിൾ സ്റ്റാർച്ചസ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആവുമ്പോൾ അതിൻ്റെ ഡൈജസ്റ്റബിലിറ്റി വർദ്ധിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് അത് ഉൾക്കൊള്ളാൻ, അത് ആഗിരണം ചെയ്യാൻ, അത് ദഹിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിന് കുറേയും കൂടി സാധ്യതയുണ്ട്. അപ്പോൾ പച്ചയ്ക്ക് കഴിക്കുന്നതിൽ നല്ലത് ലൈറ്റ്ലി റോസ്റ്റഡ് കാഷ്യൂസ് ആയിരിക്കും നല്ലത്. ഫ്രൈഡ് ഒരു കാരണവശാലും പാടില്ല. അപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇപ്പോൾ ചില മാർക്കറ്റ്സിലെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഇതായിട്ട് കിട്ടാറുണ്ട്. എക്സ്ട്രാ സോൾട്ടഡ്. ഇപ്പോൾ പിസ്താസിനെ കുറിച്ച് പറഞ്ഞു. ഈ ഡേറ്റ്സിൻ്റെയും ഫിഗ്സിൻ്റെയും വേറൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് ലൈക്ക് പിസ്തയിൽ എങ്ങനെയാണോ ആഡഡ് സോൾട്ട് ഒരു പ്രശ്നമാവുന്നത്, ഇതിൽ ആഡഡ് ഷുഗറും പ്രശ്നമാവുന്നുണ്ട്. പലപ്പോഴും ഡേറ്റ്സിൻ്റെ ടേസ്റ്റ് മാറ്റാൻ, അതിൻ്റെ മാധുര്യം കൂട്ടാൻ വേണ്ടിയിട്ട് എക്സസ് ഷുഗർ, ആഡഡ് ഷുഗർ പലപ്പോഴും അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഫിഗ്സിൽ, അത്തിപ്പഴത്തിലാണ് അറിയാൻ പോലും നമുക്ക് സാധിക്കില്ല. എന്നാൽ നേരെ മറിച്ച് വാൾനട്ട്സിൽ സോൾട്ട് അല്ലെങ്കിൽ ഷുഗർ എക്സ്ട്രാ ആഡ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും. ബാദാമിൽ നമുക്കറിയാം, ആൽമണ്ട്സിൽ അറിയാൻ പറ്റും, കശുവണ്ടിയിലും അറിയാൻ പറ്റും. മറ്റുള്ളതിൽ അറിയാൻ പറ്റില്ല എന്നുള്ളൊരു വലിയൊരു ദോഷം കൂടിയുണ്ട്. അതിനാൽ പ്രമേഹ രോഗികൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് 1 വാൾനട്ട്സ്, 2 ബാദാം, പിന്നെ വളരെ ചെറിയ അളവിൽ വേണമെങ്കിൽ പിസ്താസ്. ഫ്രഷ് പിസ്താസ് ആണെങ്കിൽ നല്ലത്. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഈസ് അവൈലബിൾ. കാഷ്യൂസ്. അപ്പോൾ ഇതെല്ലാം മിക്സ് ആൻഡ് മാച്ച്. പിന്നെ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നവരുണ്ടാകും. ഇപ്പോൾ പംകിൻ സീഡ്സ്, കാര്യം ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും പംകിൻ സീഡ്സ്, ആപ്രിക്കോട്ട്, ഡ്രൈ ആപ്രിക്കോട്ട് ഞാൻ അഡ്വൈസ് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിലെല്ലാത്തിലും ആഡഡ് ഷുഗർ ഉണ്ട്. ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന ഡ്രൈ ആപ്രിക്കോട്ട്സ് എന്ന് പറയുന്ന 90%ലും ആഡഡ് ഷുഗർ ഉണ്ടാവും. അല്ലാണ്ട് അവർക്കത് വിപണിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് എ ഫാക്ട്. അപ്പോൾ അത് അഡ്വൈസബിൾ അല്ല. എന്നാൽ ഡ്രൈ ഫ്രൂട്ട്സിൽ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് പ്രമേഹം ഉള്ളവരിൽ 4-5 വാൾനട്ട്സ്, 4-5 ബദാം, 4-5 കശുവണ്ടി, ഇത് മിക്സ് ചെയ്ത് ഇതെല്ലാം കൂടി ഒരു ഹാൻഡ്ഫുൾ ആവും. ഇത് ഒരു ദിവസം കഴിക്കാം. അപ്പോൾ അളവും കൂടി ഞാൻ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് എത്ര കഴിക്കാം. ആൻഡ് ദിസ് ഇസ് ഓൺലി ഇഫ് ദർ ആർ നോ അതർ കോൺട്രാഇൻഡിക്കേഷൻസ്. ഓർമ്മ വയ്ക്കുക, നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും, ഇപ്പോൾ വാൾനട്ട്സും ബദാമും ഒക്കെ അലർജി ഉളവാക്കാൻ കഴിവുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഓർമ്മ വയ്ക്കുക, ചില വിഭാഗം വ്യക്തികളിൽ പീനട്ട്സ് ഉണ്ടാക്കുന്ന പോലെ വലിയ അലർജി ഉണ്ടാക്കാൻ ബദാംസിന് സാധിക്കും. അതുപോലെ ബദാം കേടായി കഴിഞ്ഞാൽ ബിറ്റർ ആൽമണ്ട്സ് അപകടകാരികൾ, അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊഴികെ എല്ലാവർക്കും കഴിക്കാവുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഈ അളവും ഇതിൻ്റെ ഗുണങ്ങളും ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. സോ ഇഫ് യു ഹാവ് ലൈക്ക് ദിസ് വീഡിയോ, do express your like and do subscribe. Bye bye.